ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടെക്നിക്കൽ സ്റ്റുഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇതേപോലെയുള്ള ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് അതിലെ ലെഡിനെ നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുത്തിട്ട് അത് എത്രത്തോളം ഉണ്ട് എന്നാണ് നമ്മളിന്ന് ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇത് നേരെ നമുക്ക് അങ്ങ് മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇത് നേരെ മെൽറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലുള്ള പ്ലാസ്റ്റിക്കൊക്കെ, ഇതിൻ്റെ കേസ് പ്ലാസ്റ്റിക് ആണ്, ഇതൊക്കെ മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ലെഡും പ്ലാസ്റ്റിക്കും സെപ്പറേറ്റ് ആക്കി എടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ ആദ്യം ഈ പ്ലാസ്റ്റിക്കിൻ്റെ കേസൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിനുള്ള മെറ്റൽ ഭാഗങ്ങൾ മാത്രം എടുത്തിട്ട് അതിൽ നിന്നാണ് നമ്മൾ ലെഡ് സെപ്പറേറ്റ് ആക്കിയിട്ട് മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. നമ്മുടെ ചാനലിൽ മെൽറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നല്ല അടിപൊളിയായുള്ള വലിയ പ്രോജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ സംഭവം റെഡി ആയി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതൊക്കെ കിട്ടാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് തൊട്ടൊന്ന് ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കും. അതേപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഗിവ് അവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പോയിട്ട് ഗിവ് അവേയിലും പങ്കെടുക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. നേരെ നമുക്ക് ആ വീഡിയോയിലോട്ടാൻ പോകാം. അപ്പോൾ നമ്മുടെ മെൽറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ആദ്യം നമുക്ക് ഇതേപോലെ ബാറ്ററിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇത് 6 വാട്ട്സിൻ്റെ ലെഡ് ആസിഡ് ബാറ്ററിയാണ് കേട്ടോ. 6 വാട്ട്സിൻ്റെ ബാറ്ററിയാണ്. അപ്പോൾ ഇത് പൊട്ടിക്കാനും കാര്യങ്ങൾക്കും പറ്റില്ല, ചിലപ്പോൾ ഡേഞ്ചർ ആയിരിക്കും. അതുകൊണ്ട് നമ്മൾ ഈ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഒരു ബാറ്ററിയാണ് എടുത്തുള്ളത്. ഇപ്പോൾ ഇതിൽ ആസിഡും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിത് പൊളിക്കാനായിട്ട് ആദ്യം ഇതിൻ്റെ മുകളിലൊരു ചെറിയൊരു ടോപ്പുണ്ട്. അത് നമുക്ക് റിമൂവ് ചെയ്തതിന് ശേഷം നമുക്ക് സിമ്പിളായിട്ട് പൊളിച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പൊളിച്ചു. ഇതിൻ്റെ 3 ഷെല്ലുകളുണ്ട്. ഈ 3 ഷെല്ലുകളിൽ ആസിഡ് ആയിരിക്കും. അത് നമ്മൾ ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയാം. ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ആസിഡും കാര്യങ്ങളൊന്നും ഇല്ല, അതൊക്കെ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും എടുത്തത് ഇപ്പോൾ മഴ നനഞ്ഞാണ് ചെറുതായിട്ടൊന്ന്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പൊളിച്ചെടുക്കണം. നല്ല റിസ്ക്കാണ്, കാരണം നമ്മൾ ജോയിൻ്റ് ആയ ഭാഗത്ത് നല്ല രീതിയിൽ ഗമ്മിട്ട് ഒട്ടിച്ചിട്ടുണ്ട് എന്ന് തോന്നുന്നു. കാരണം ഇത് നമുക്ക് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ കിട്ടുന്നില്ല. നമ്മൾ ബ്ലേഡൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്തൊക്കെ കിട്ടും, പല രീതിയിലൊക്കെ തല്ലി പൊളിച്ചെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം ചെയ്യുക. കാരണം ബാറ്ററി വർക്കിംഗ് ആയിട്ടുള്ള ബാറ്ററിയാണ്, ചിലപ്പോൾ പൊട്ടിത്തെറിക്കാൻ വരെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ആരും ചെയ്യാതിരിക്കുന്നത് ആയിരിക്കും ബെറ്റർ കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ നമ്മുടെ ചാനലും ഞാനും ഉത്തരവാദി ആയിരിക്കില്ല എന്ന് ഒന്നുകൂടി പറയണം. അതേപോലെ തന്നെ നമ്മൾ ഇതേപോലെ തല്ലി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് കംപ്ലൈൻ്റ് ആയതുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത, അല്ലെങ്കിൽ ചിലപ്പോൾ ഹീറ്റ് ആവാനും കത്താനൊക്കെ ചാൻസ് ഉണ്ട്. കാരണം ഇതിൽ ആസിഡും അതേപോലെ തന്നെ ചാർജൊക്കെ ഉണ്ടെങ്കിൽ നല്ല പ്രശ്നമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ജോയിൻ്റ് ആയ ഭാഗത്ത് നല്ല രീതിയിൽ ഗമ്മിട്ട് ഒട്ടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നമ്മൾ ഇതേപോലെ ഗമ്മൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കും. എന്നിട്ട് ഇതേപോലെ 3 ഷെല്ലുകളിൽ 3 പ്ലേറ്റുകളാണുള്ളത്. അതായത് 9 പ്ലേറ്റ്, 3 റൂമിലും 3 പ്ലേറ്റ് വീതം 9 പ്ലേറ്റുകളുണ്ട്. അപ്പോൾ ഈ പ്ലേറ്റും അതേപോലെ തന്നെ ഒരു സ്പോഞ്ച് രൂപത്തിലുള്ളൊരു സംഭവം, പിന്നെ എന്തോ മണ്ണാണെന്ന് തോന്നുന്നു, മണ്ണല്ല അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, ചളി രൂപത്തിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ചളിയല്ല, കാരണം ആസിഡിൽ എന്തോ ആയി കഴിഞ്ഞിട്ട് അങ്ങനെ ആവുന്നതാണ്, ആ ഒരു സ്പോഞ്ച് അങ്ങനെ ആവുന്നതാണ്. അപ്പോൾ ഇതേപോലെ 3 പ്ലേറ്റുകളുണ്ട്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു സ്പോഞ്ചും ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കണ്ടോ, ഈ ഒരു സ്പോഞ്ച് നമുക്ക് വേണ്ട. ഇതിലുള്ള 3 പ്ലേറ്റുകൾ, അതായത് 9 പ്ലേറ്റ് ഉണ്ടാവും. 3 റൂമുകളിൽ 3 പ്ലേറ്റ് വീതം ഉണ്ടാവും. അപ്പോൾ ആ 3 പ്ലേറ്റുകളും നമ്മൾ സെപ്പറേറ്റ് ആക്കി എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ട പരിപാടി. അപ്പോൾ നമ്മൾ അതിലുള്ള സ്പോഞ്ചും അതേപോലെ തന്നെ ഈ ചളി രൂപത്തിലുള്ള സംഭവമൊക്കെ, ഇത് ചളി രൂപത്തിൽ എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് മനസ്സിലായില്ല. ഇത് ബാറ്ററി പഴയതായതുകൊണ്ടായിരിക്കും അതേപോലെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഇത് മുഴുവനായിട്ടും ക്ലീൻ ചെയ്തെടുക്കണം. അതിലുള്ള സ്പോഞ്ചും അതേപോലെ തന്നെ ആ സംഭവങ്ങളൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇപ്പോൾ നമ്മൾ ഇതേപോലെ എടുത്തിട്ടുണ്ട്. ഇത് 9 പ്ലേറ്റുകളാണ് നമുക്കുള്ളത്. അതായത് 3 റൂമുകളിൽ 3 പ്ലേറ്റ് വീതമാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ 3 പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട്. അതായത് 9 പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ സ്പോഞ്ചും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവനായിട്ടും ലെഡല്ല, അതിൽ ഇതേപോലെ നെറ്റ് രൂപത്തിലുള്ള സംഭവമുണ്ട്. ബാക്കിയൊക്കെ സിമെൻറ്റ് രൂപത്തിലുള്ള എന്തോ സംഭവമാണ്. ഞാൻ ഇതുപോലെ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാട്ടോ, സിമെൻറ്റും കളിമണ്ണൊക്കെ പറയുന്നത്. അപ്പോൾ ഇതേപോലെ നെറ്റ് രൂപത്തിലുള്ള സംഭവമുണ്ട്. അതിന് പുറത്തായിട്ട് ഈ ഒരു സിമെൻറ്റ് രൂപത്തിലുള്ള എന്തോ സംഭവമുണ്ട്. അതും ആ സിമെൻറ്റ് പോലുള്ള സംഭവം കളഞ്ഞിട്ട് ആ ലെഡ് മാത്രം എടുക്കണം. ആ നെറ്റ് മാത്രമാണ് ലെഡ്, ബാക്കിയെല്ലാം വേറെ എന്തൊക്കെയോ സംഭവങ്ങളാണ്. അതൊന്നും മെൽറ്റ് ആവാത്ത രീതിയിലുള്ള സംഭവങ്ങളാണ്. അപ്പോൾ ഇത് നമ്മൾ ക്ലീൻ ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല സിമ്പിളായിട്ട് ആക്കി എടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേപോലെ ആണിയോ സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചാണ്ട് ഇതേപോലെ നെറ്റ് മാത്രം ആക്കിയെടുക്കണം. ഇപ്പോൾ നമ്മളിതാ മുഴുവൻ നെറ്റ് രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ചെറുതായിട്ടൊക്കെ ഇതിൽ അവിടെ ഇവിടെയും പറ്റി പിടിച്ചിരിക്കുന്ന ആ ഒരു സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് മെൽറ്റ് ചെയ്യുന്നൊരു സമയത്ത് നമുക്കത് കോരിക്കളയാം, അതായിരിക്കും ബെറ്റർ. അപ്പോൾ നമ്മൾ ഇതേപോലെ ഒരു 4 സ്റ്റിക്ക് വെച്ചൊരു സംഭവം റെഡിയാക്കിയിട്ടുണ്ട്. നമ്മൾ ഇതേപോലെ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. സ്റ്റീൽ പെട്ടെന്ന് മെൽറ്റ് ആവില്ല, അത് പിടിക്കാനായിട്ടൊരു ക്ലിപ്പും എടുത്തിട്ടുണ്ട്. ഈ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു സ്ക്വയർ ഉണ്ടാക്കിയതിലാണ് നമ്മൾ കണലും കാര്യങ്ങളൊക്കെ ഇട്ട് നമുക്കിത് മെൽറ്റ് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതേപോലെ നല്ല ചൂടുള്ള കണൽ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അതിലോട്ടാണ് നമ്മുടെ മെൽറ്റ് ചെയ്യാനുള്ള ലെഡ് നമുക്ക് വെക്കേണ്ടത്. അപ്പോൾ ലെഡ് വെക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റീലിൻ്റെ ഗ്ലാസ്സാണ് എടുത്തിട്ടുള്ളത്. കാരണം എന്ന് വെച്ചാൽ സ്റ്റീൽ പെട്ടെന്ന് മെൽറ്റ് ആവില്ല, സ്റ്റീലിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ സ്റ്റീൽ പെട്ടെന്ന് മെൽറ്റ് ആവില്ല. അപ്പോൾ സ്റ്റീലിൻ്റെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് നമുക്ക് മെൽറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഈ കണലിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ ഗ്ലാസ് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കണലൊക്കെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് നല്ല രീതിയിൽ വേറെ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇടാൻ പറ്റിയ സാധനങ്ങളൊക്കെ ഇട്ട് കത്തിച്ചെടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഊതി നല്ല കണലാക്കി എടുക്കണം. ഇപ്പോൾ കണലായി സെറ്റായി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നോക്കിയ സമയത്ത് അതൊക്കെ പൊടിഞ്ഞ് താഴെ പോയിട്ടുണ്ട്. ആ ലഡൊക്കെ ഉരുകി താഴെ പോയിട്ടുണ്ട്. ഇതിൽ ഈ ഒരു കോരി കളയുന്ന സംഭവം, ഇപ്പോൾ പുറത്തോട്ട് എടുത്ത് കളയുന്ന സാധനം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ക്ലീൻ ചെയ്തെടുത്തുള്ള സിമെൻറ്റ് രൂപത്തിലുള്ള സംഭവം എന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു സാധനമാണ് നമ്മളിപ്പോൾ പുറത്തോട്ട് കോരി കളയുന്നത്. ഇത് മെൽറ്റാവില്ല, ഇത് മെറ്റലല്ല, വേറെ എന്തോ സംഭവമാണ്. അതുകൊണ്ടാണ് ഇത് മെൽറ്റ് ആവാത്തത്. എത്ര നമ്മൾ ശ്രമിച്ചാലും മെൽറ്റ് ആവില്ല. അപ്പോൾ നമ്മൾ അതൊക്കെ കോരി കളഞ്ഞതിന് ശേഷം നമുക്ക് ലെഡ് മാത്രം ആക്കി എടുക്കണം. ഇപ്പോൾ അതിൽ ലെഡ് നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട്, നമ്മൾ കാണിച്ചു തരാം. അത് നമ്മളിതൊക്കെ കോരി കളഞ്ഞു. ഇപ്പോൾ ഇതാ ലെഡ് മാത്രമാണിത്. അപ്പോൾ നല്ല രീതിയിൽ മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ, നമ്മൾ കാണിച്ചു തരാം. കണ്ടോ, നല്ല രീതിയിൽ വെള്ളം പോലെ മെൽറ്റായി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു മോൾഡിലേക്ക് ഒഴിച്ചു വെക്കണം. നമ്മളിപ്പോൾ പെട്ടെന്ന് മോൾഡൊന്നും സെറ്റ് ചെയ്യാൻ കിട്ടിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ ഒരു ചിരട്ടയിലോട്ടാണ് നമ്മൾ ഒഴിച്ചു വെക്കുന്നത് കേട്ടോ. നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള മെൽറ്റിങ്ങിൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സംഭവം റെഡിയാക്കി നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. നല്ല അടിപൊളി സംഭവമാണ്. അപ്പോൾ അതൊക്കെ കിട്ടാൻ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമ്മൾ ഇതേപോലെ ചിരട്ടയിലോട്ടാണ് കേട്ടോ ഒഴിച്ച്, ചിരട്ടയിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അത് ഇനി കുറച്ച് സമയം കഴിഞ്ഞാൽ സംഭവം സെറ്റാകും. ഇപ്പോൾ ചിരട്ടയിലോട്ട് ഒഴിച്ച സമയത്ത് തന്നെ ചിരട്ട അങ്ങനെ കരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ, അത്രയും ഹീറ്റ് ആയതുകൊണ്ടാണത്. അപ്പോൾ നമ്മളിതാ ചിരട്ട ഇപ്പോൾ ഇതേപോലെ സെറ്റായിട്ടില്ല, കുറച്ച് സമയം കഴിഞ്ഞാൽ സെറ്റാകും. അതേപോലെ തന്നെ സെറ്റായി കഴിഞ്ഞാലും നല്ല ഹീറ്റ് ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ അതാ നമ്മളിത് പുറത്തോട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഇത് സെറ്റായിട്ടുണ്ട്, പക്ഷേ നല്ല ഹീറ്റ് ഉണ്ട്. നമ്മളിത് കുറച്ച് നേരം വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാലേ ഇത് ചൂടൊക്കെ പോകത്തുള്ളൂ. അത് നല്ല ചൂടുണ്ട്. നമ്മളിതിൻ്റെ വാലിൽ പിടിച്ച് കൈയൊക്കെ ഉള്ളിൽ പോകും. അപ്പോൾ നമ്മളിത് ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് ഈ ചിരട്ടയിൽ. ഇത് നമ്മൾ പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ്, എന്നാലും നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല രീതിയിൽ തണുത്തിട്ടുണ്ട് കേട്ടോ. ഇത്രയും ലെഡാണ് നമ്മുടെ അത്രയും വലിയൊരു ബാറ്ററി നമ്മൾ പൊളിച്ചിട്ട് മെൽറ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയത്. ഇത് മുഴുവൻ ലെഡാണ്, നല്ല വെയിറ്റും ഉണ്ട് കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല, നല്ല വെയിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ പുറത്ത് കണ്ടോ ചിരട്ടയുടെ ആ ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ട് ചിരട്ടേൻ്റെ ഉള്ളിലുള്ള ആ ഡിസൈനൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, സബ്സ്ക്രൈബ്. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ആ ലെഡ് ആസിഡ് ബാറ്ററി നമ്മൾ മെൽറ്റ് ചെയ്തിട്ട് ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത്രത്തോളമാണ് ആ ഒരു ആ ബാറ്ററിയിൽ നിന്ന്, അത്ര വലിയൊരു ബാറ്ററിയിൽ നിന്ന് നമുക്ക് ഇത്ര ലെഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല കേട്ടോ, ഇത്രയും ലെഡ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇത് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്ത് വെക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ചാനലിൽ ഇതേപോലെ നല്ല മെൽറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട നല്ല അടിപൊളിയായിട്ടുള്ള വലിയ പ്രൊജക്റ്റ് വരുന്നുണ്ട്. സംഭവം റെഡിയായി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട, അതൊക്കെ ശ്രദ്ധിച്ച് ഗിവ് അവേയിൽ എല്ലാവരും പോയി പങ്കെടുക്കുക. അപ്പോൾ അടുത്ത് നല്ല വീഡിയോ ആയി കാണുന്നുണ്ട്. ഗുഡ് ബൈ.